നിങ്ങളുടെ ജീവിതത്തിൽ വിജയം 100% ഉറപ്പാക്കാൻ കഴിയുന്ന വളരെ സിമ്പിളും എല്ലാവർക്കും ഈസിയായി ഫോളോ ചെയ്യാവുന്നതുമായ ഒരു ശീലത്തെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ പൂർണ്ണമായും നിങ്ങൾ കേൾക്കുക. അത് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും എന്നത് ഉറപ്പാണ്. അതാണ് 1% ഇംപ്രൂവ്മെന്റ്. വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ ജീവിതത്തിൽ ചെയ്യുന്ന ഓരോ കാര്യത്തിലും 1% ബെറ്റർ ആക്കാൻ നാളെയല്ല ഇന്ന് തന്നെ ശ്രമിക്കുക. നാളെ ശ്രമിക്കുമെന്ന് വിചാരിച്ചിട്ടൊന്നും കാര്യമില്ല. ഇന്ന് തന്നെ ശ്രമിക്കുക. ഉദാഹരണത്തിന് നിങ്ങൾ ഒരു വാഹനം ഓടിക്കുന്ന ആളാണ്, സിമ്പിൾ ടാക്സി ഓടിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ ഇന്ന് തന്നെ നിങ്ങൾ മറ്റുള്ളവരോട് സംസാരിക്കുന്ന രീതിയിൽ ചെറിയൊരു വ്യത്യാസം വെച്ച് ഒന്ന് ചിരിച്ചുകൊണ്ട് സംസാരിക്കുക. അത്രമാത്രം ചെയ്താൽ മതി. അടുത്ത ദിവസം കുറച്ചുകൂടി മെച്ചമാക്കാൻ നോക്കുക. അങ്ങനെ ഓരോ ദിവസവും വ്യത്യാസം വരുത്തി നിങ്ങളുടെ സ്വഭാവം തന്നെ മാറുകയും നിങ്ങൾക്ക് മറ്റുള്ളവർക്കുള്ള സമീപനത്തിൽ വളരെ വലിയ മാറ്റം വരികയും ചെയ്യും. നിങ്ങൾ ഓട്ടോ ഓടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സത്യത്തിൽ കൂടുതൽ ആളുകൾ നിങ്ങളെ വിളിക്കാനും കൂടുതൽ ആളുകൾ നിങ്ങളോടൊപ്പം യാത്ര ചെയ്യാനും ഇഷ്ടപ്പെടുന്നതായി നിങ്ങൾക്ക് കാണാൻ കഴിയും. അതല്ലെങ്കിൽ നിങ്ങളിപ്പോ ഒരു ഭാഷ പഠിക്കണം, ഇംഗ്ലീഷ് പഠിക്കണമെന്ന് വിചാരിക്കുകയാണ്. സാധാരണഗതിയിൽ അടുത്ത ദിവസം തന്നെ ഇംഗ്ലീഷ് ഫുള്ള് പഠിക്കണം എന്നാണ് നമ്മൾ വിചാരിക്കുക. എന്നാൽ അതിന് പകരം ഓരോ ദിവസവും ഒരു വാക്ക് വെച്ചിട്ട് ഇന്ന് തന്നെ ഒരു വാക്ക് ഇംഗ്ലീഷിൽ പഠിക്കാനും അത് എങ്ങനെ എവിടെയൊക്കെ പ്രയോഗിക്കും എന്ന് മനസ്സിലാക്കി പഠിക്കാനും ശ്രമിക്കുക. നാളെ അടുത്തൊരു വാക്ക് പഠിക്കുന്നു, അപ്പൊ നാളെ പറ്റുമെങ്കിൽ ഒരു വാക്ക് കൂടി പഠിക്കാൻ ശ്രമിക്കുക. അങ്ങനെ ദിവസവും ഒരു വാക്ക് വെച്ച് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഒരു വർഷം കഴിയുമ്പോൾ 365 വാക്കുകൾ, അതായത് ഇന്നുള്ള നിങ്ങളെക്കാളും 36.5 ഇരട്ടി വാക്കുകൾ നിങ്ങൾക്ക് അറിയാൻ കഴിയും. അതാണ് 1% മെച്ചപ്പെടുത്തൽ എന്ന് പറയുന്നതിന്റെ അഡ്വാൻറ്റേജ്, അതിന്റെ ഗുണം. അതുപോലെ നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ കാര്യത്തിലും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. വളരെ സിമ്പിൾ ആണ്. ഈ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ ഏറ്റവും വലിയൊരു പ്രോജക്റ്റ് ആണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത് എന്ന് കരുതുക. ഇപ്പൊ നിങ്ങൾ 100 കിലോ അല്ലെങ്കിൽ 150 കിലോ ഉള്ള ആളാണെങ്കിൽ തടി കുറക്കണം. ഒന്നിച്ച് 10 കിലോ കുറക്കാനോ 50 കിലോ കുറക്കാനോ കഴിയില്ല. ദിവസവും ഗ്രാം മാത്രം വെച്ച് 100 ഗ്രാം കുറക്കാൻ ശ്രമിക്കുക. അങ്ങനെ ഒരു വർഷം കഴിഞ്ഞാൽ എത്ര കുറയാം? അതിനു വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? ചെറിയ എക്സസൈസുകൾ, ഭക്ഷണത്തിലുള്ള ക്രമത്തിലെ ഭക്ഷണത്തിന്റെ വോള്യത്തിൽ ചെറിയ കുറവ്, മൊത്തം നിർത്തണമെന്നല്ല പറയുന്നത്, ചെറിയ കുറവ് പടിപടിയായി സ്ഥിരമായി വരുത്താൻ നോക്കുക. അങ്ങനെ നിങ്ങൾക്ക് അമിതവണ്ണം കുറക്കാൻ കഴിയും. നിങ്ങൾ എക്സസൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ദിവസവും 10 മിനിറ്റ് എക്സസൈസ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കുക. അതുപോലെ ഒരു പുസ്തകം വായിക്കുകയാണെങ്കിൽ ഒരു 300 പേജ്, ആവറേജ് ഒരു പുസ്തകത്തിന്റെ സൈസ് ഒരു 300 പേജൊക്കെ ഉണ്ടാവും. നിങ്ങൾ ഒരു ദിവസം 10 പേജ് വെച്ച് വായിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെയധികം സമയമൊന്നും വേണ്ട. നിങ്ങൾക്ക് ഒരു മാസം കൊണ്ട് ഒരു പുസ്തകവും ഒരു വർഷം നിങ്ങൾ 12 പുസ്തകങ്ങളും നിങ്ങൾക്ക് വായിക്കാൻ കഴിയും. ഒരു പുസ്തകം വായിക്കുന്നതിന്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ മറ്റൊരാൾ, ആ പുസ്തകം എഴുതിയ ആള് ഒരുപാട് റിസർച്ച് ചെയ്ത് അയാളുടെ ഒരുപാട് കാലത്തെ അനുഭവങ്ങളായിരിക്കും അതിൽ കോറിയിട്ടിട്ടുണ്ടാവുക. അതിൽ ഒരു പുസ്തകത്തിലെ ഒരു പേജ് വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് വളരെ വലിയ അറിവാണ് ലഭിക്കുന്നുണ്ടാവുക. ആ എഴുതിയ വ്യക്തിയുടെ ചിലപ്പോൾ 10-15 വർഷത്തെ ഒരു അനുഭവങ്ങളും അതിൽ നിന്ന് കിട്ടിയ പാഠങ്ങളുമായിരിക്കും ഒരു ദിവസം നിങ്ങൾക്ക് വായിക്കുമ്പോൾ ലഭിക്കുന്നത്. അതുകൊണ്ട് പുസ്തക വായന വളരെ അത്യാവശ്യമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് തന്നെ വളരെ ചെറിയ ഒരു വ്യത്യാസം വരുത്താൻ നോക്കുക. ഇന്ന് തന്നെ, നാളെ എന്നുള്ള വാക്ക് നിങ്ങൾ ഒഴിവാക്കുക. ഇന്ന് തന്നെ, ഇന്നലെ എന്താണോ ചെയ്തത് അതിൽ നിന്നും എങ്ങനെ ഇന്ന് ഒരു പടി മെച്ചമാക്കാൻ ശ്രമിക്കാം എന്ന് നമുക്ക് നോക്കുക. അങ്ങനെ നിങ്ങൾ പടിപടിയായി ഒരു വർഷത്തിന് ശേഷം നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾ തന്നെ നിങ്ങളുടെ വളർച്ചയിൽ അത്ഭുതപ്പെട്ടു പോകും. അതുകൊണ്ട് ഇന്ന് തന്നെ ഈ കാര്യം ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ, അത് നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങളുടെ എന്തെങ്കിലും വിലയേറിയ അഭിപ്രായങ്ങളോ ഉപദേശങ്ങളോ ഉണ്ടെങ്കിൽ, ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ താഴെ കമന്റിൽ തീർച്ചയായും എഴുതാൻ മറക്കരുത്. നന്ദി.